Watch India's largest kids library only on Jio Hotstar. Download the app now. കിട്ടിപ്പോയി. എന്റെ വർഷങ്ങളുടെ അധ്വാന സഫലമായി. ഞാൻ തേടിക്കൊണ്ടിരുന്ന സാധനം എനിക്ക് കിട്ടി. എനിക്ക് ഇതുപോലത്തെ 2 കോയിൻ വേറെ കിട്ടിയാലോ? ഇതാ ഇതെന്താ ഇത്? എവിടുത്തെ കോയിനാ ഇത്? ഈ കോയിൻ നീ തന്നെ വെച്ചോ? ശരിയായ കോയിൻ താ. ശരിയായ കോയിൻ തന്നെയല്ലേ തന്നത്? വെറുതെ ഊടായിപ്പോയിട്ട് ജോണിന്റെ അടുത്തോട്ട് വരല്ലേ. ഒന്ന് പോടോ. ബൈ ബൈ. ഏയ് നിക്കവളെ. നല്ല മണം. സോറി ചായക്കട ചേട്ടാ, അതെന്താന്ന് വെച്ചാ നിങ്ങളുടെ സമൂസയുടെ മണം കേട്ടപ്പം എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ലെന്നേ. വേഗം നല്ല ചൂടുള്ള കുറച്ച് സമൂസകൾ തരുന്നേ. എക്സ്ക്യൂസ് മീ പ്ലീസ്. നിങ്ങൾ ആരെങ്കിലും ഇവിടുന്ന് ഓടി പോകുന്നതായിട്ട് കണ്ടോ? അയാൾ എന്റെ ഒരു കോയിൻ എടുത്തോണ്ട് ഓടിയിരിക്കുന്നു. അയാൾ നിങ്ങളെ പോലെ തന്നെ ഉയരം കുറഞ്ഞൊരു മനുഷ്യനായിരുന്നു. സോറി, നിങ്ങൾ ചെറുതെന്ന് ഞാൻ ഉദ്ദേശിച്ചില്ല. പക്ഷെ എന്റെ കാര്യം ഞാൻ തുടങ്ങി പോയി. എന്തോ നാടേ, പോയാലൊരു കോയിനല്ലേ പോകത്തുള്ളു. അതിനു വേണ്ടി എന്തിനാ വെറുതെ ആവശ്യമില്ലാതെ ഓരോന്ന്? അതൊരു ആഗ്രഹം പ്രകടിപ്പിക്കണ കോയിനാ. ആ കോയിൻ നമ്മുടെ കയ്യിൽ വെച്ചിട്ട് നമ്മൾ എന്താ ആഗ്രഹിക്കുന്നു അതുപോലെ നമ്മൾ ആയിത്തീരും. എന്നിട്ട് നമുക്ക് തിരിച്ചു മനുഷ്യനാവണമെങ്കിൽ നമുക്ക് അതുപോലെ തന്നെ ആയിത്തീരാം. എന്റെ വർഷങ്ങളുടെ അധ്വാനം ആരോ മോഷ്ടിച്ചോണ്ട് പോയി. മാജിക്കൽ കോയിൻ ആയിരുന്നു അല്ലേ? ചായക്കടക്കാരാ സോറി, ഞാൻ അറിയാതെ നിങ്ങൾക്ക് ഡ്യൂപ്ലിക്കേറ്റ് കോയിൻ തന്നുപോയി. ഒറിജിനൽ കോയിൻ ഞാൻ തരാം, പക്ഷെ ഞാൻ തന്ന ഡ്യൂപ്ലിക്കേറ്റിംഗ് തിരിച്ചു തന്നേക്കും. ആ കോയിൻ ഞാൻ മോട്ടുവിന് കൊടുത്തല്ലോ. മോട്ടുവിന്റെ കോയിന്റെ കൂടെ അതും ഞാൻ കൊടുത്തു. ഇല്ല, ബോട്ടുവിന്റെ കയ്യിൽ നിന്ന് എങ്ങനെയെങ്കിലും ആ മാജിക്കൽ കോയിൻ വാങ്ങിച്ചേ മതിയാകൂ. അവനോട് സാധാരണ രീതിയിൽ പോയി ചോദിച്ചാൽ അവൻ ഒരിക്കലും തരത്തില്ല. 10,000 ചോദ്യങ്ങൾ ചോദിക്കും, നമ്മളെ ഊതാനും വരും. ഞാനൊരു കളി കാണിച്ചു തരാം. എന്റെ ആക്ടിങ് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കണ്ടിട്ട് പറയേ. അല്ല, നിങ്ങൾ എന്തിനാ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്? ഞാൻ പുതുതായിട്ടൊരു പടം പിടിക്കാൻ പോവാ. നിങ്ങളെപ്പോലെ ഒരു സുന്ദരനെയാണ് ഹീറോ ആയിട്ട് ആവശ്യം. നിങ്ങൾക്ക് എന്റെ പടത്തിൽ ഹീറോ ആവാൻ ബുദ്ധിമുട്ട് എന്തെങ്കിലും? ആവാലോ, തീർച്ചയായിട്ടും ആവാലോ. താങ്ക് യു. ഷൂട്ടിംഗ് ഇപ്പോൾ തന്നെ തുടങ്ങാം. കണ്ടോടാ, ഞാൻ മോട്ടുവിനെ ഒരു പട്ടിക്കുഞ്ഞാക്കി മാറ്റാൻ പോവാ. ജീവിതകാലം മുഴുവനും എന്റെ അടിമയായിട്ട് അവൻ എന്റെ കൂടെ തന്നെ ഉണ്ടാവും. അവനെ അങ്ങനെ മാറ്റിയ ശേഷം ഞാൻ അവന്റെ കയ്യിൽ നിന്ന് കോയിനും അങ്ങ് അടിച്ചു മാറ്റും. ഇതിനാണ് പറയുന്നത് ഒരൊറ്റ പിടിക്ക് 2 പക്ഷിന്ന്. ഹീറോ സാറേ, നമുക്കെന്താ റിഹേഴ്സൽ ഒന്ന് നോക്കിയാലോ? എന്താ ഡയലോഗ് എന്ന് വെച്ചാൽ, ഞാനൊരു ഭംഗിയുള്ള പട്ടിക്കുട്ടി, ഞാനൊരു സ്നേഹമുള്ള പട്ടിക്കുട്ടി, ഞാൻ സുന്ദരനായ പട്ടിക്കുട്ടി. പോരെ, ഈ ഡയലോഗ് ആരാണ് എഴുതിയത്? ഞാൻ ഈ ഫിലിമിന്റെ ഹീറോയാണ്. ഞാൻ പറയാൻ പോകുന്നത് ഞാൻ സിംഹമാണ്, ഞാനാണ് സിംഹം. പുലിയോ? ഓടിക്കോടാ, പുലി വരുന്നത്, പുലി.
ഞാൻ മനുഷ്യനാണ്, മനുഷ്യൻ. ഞാൻ മനുഷ്യനാണ്. അല്ല, ഞാൻ ഷൂട്ടിങ്ങിന് പോവാതെ ഇവിടെ എന്തെടുക്കുവാ? അതുമല്ല, ആ പ്രൊഡ്യൂസർ എവിടെ പോയി? ഹീറോ സാറേ, നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഡയലോഗ് ഒക്കെ ഞാൻ മാറ്റി എഴുതിയിട്ടുണ്ട്. ഇപ്പൊ ഒന്ന് പറഞ്ഞു നോക്കിയേ. ഞാനൊരു കുരങ്ങ്, ഞാനൊരു കുരങ്ങ്, ഞാനൊരു കുരങ്ങ്. എന്റെ ഹീറോ ഒരു കുരങ്ങനോ? ഹീറോ ആകുമ്പം ഗൊറില്ല ആവണം, അറിയോ? ഞാൻ ഗൊറില്ലയാണ്, ഞാൻ ഗൊറില്ലയാണ്, ഗൊറില്ലയാണ് ഞാൻ. എന്ത് ഗൊറില്ലയോ? വേണ്ട, നിക്കടാ, ഞാനും വരുന്നു. രക്ഷിക്കണേ, നമ്പർ 1, നമ്പർ 2. അല്ല, ഞാനെങ്ങനെയാ ഗൊറില്ലയായി മാറിയത്? ഞാൻ മനുഷ്യനാണ്, മനുഷ്യൻ, മനുഷ്യൻ, മനുഷ്യൻ. അതെ പത്തലു, ഞാൻ ഗൊറില്ലയായി മാറിയായിരുന്നു. എന്ത്? ആദ്യം സിംഹം, ഇപ്പൊ ഗൊറില്ലയോ? മോട്ടു, ഇപ്പൊ നിന്റെ ശരീരത്തിൽ എന്തോ കുഴപ്പമുണ്ട്. വാ, നമുക്ക് ഡോക്ടർ ജഡ്കയുടെ അടുത്തേക്ക് പോകാം. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, എല്ലാവരും ഇങ്ങോട്ട് വരൂ. നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള എല്ലാ ഉത്തരവും എന്റെ കയ്യിലുണ്ട്. നിങ്ങളുടെ എന്ത് സംശയവും ഞാൻ പരിഹരിക്കാം. വരൂ വരൂ വരൂ. കാശ് പോലും വേണ്ട, അത് ഞാൻ പിന്നെ വാങ്ങിച്ചോളാം. ഇപ്പൊ ഞാൻ നിങ്ങളുടെ സിറ്റിയിൽ എത്തിയിരിക്കുകയാണ്. അതെ ഫക്കീർ ബാബ, എന്റെ ജീവിതത്തിൽ ഇതുപോലെ സംഭവിച്ചിട്ടുണ്ട്. ആദ്യം ഞാൻ സിംഹമായി മാറി, അതിനുശേഷം ഗൊറില്ല. ഇതെങ്ങനെയാ സംഭവിച്ചത് പറയണം പ്ലീസ് ഫക്കീർ ബാബ. ഇതിലെന്താ തെളിയുന്നെന്ന് നോക്കി പറയേ. ഒന്നും കാണുന്നില്ലല്ലോ ഫക്കീർ ബാബ. കുഞ്ഞ്, നിന്റെ പോക്കറ്റിൽ എത്ര കോയിനുണ്ടെന്ന് നോക്ക്. എന്നിട്ട് അതെടുത്ത് ഇതിനകത്തേക്ക് ഇട്. ജോൺ ആയിരിക്കും ഡോൺ, ജോൺ തന്നെയായിരിക്കും ഡോൺ. വോട്ടു, ഇതൊരു മാജിക്കൽ കോയിനാണ് വോട്ടു. ഞാനൊരു പാമ്പാവട്ടെ, ഞാനൊരു പാമ്പാവട്ടെ, ഞാനൊരു പാമ്പാവട്ടെ. മോട്ടു, ഈ ജോൺ എങ്ങനെ പാമ്പായി മാറിയത്? അതൊക്കെ ആ മാജിക്കൽ കോയിൻ കൊണ്ട് സംഭവിച്ചതാണ്. അതുകൊണ്ടാണ് ഞാൻ സിംഹമായതും ഗൊറില്ല ആയതും ഒക്കെ. പാമ്പ് സാറേ, ഞങ്ങള് വെറുതെ വിടും പ്ലീസ്. ഇല്ല, ഞാൻ നിന്നെ വിടുക പോവാട് പോട്ടു. എന്റെ വിശപ്പ് നടങ്ങിയിട്ട് വേണം എനിക്ക് നന്നായിട്ട് തുറങ്ങാൻ. ഞാൻ നിന്നെ വിടുക പോവാ. ഇപ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്. ആദ്യം ഞാൻ ഈ മകടിയെ നൂതട്ടെ, അത് കേൾക്കുമ്പോ നിനക്ക് സന്തോഷാവുമല്ലോ. മതി നിർത്ത്, ആടി ആടി ഞാൻ ടയേർഡായി. എനിക്കൊരു അബദ്ധം പറ്റിപ്പോയതാ. പാമ്പാകണ്ടായിരുന്നു, ഡ്രാഗൺ ആയാ മതിയായിരുന്നു. ഞാനൊരു ഡ്രാഗൺ ആവട്ടെ, ഡ്രാഗൺ ആവട്ടെ, ഡ്രാഗൺ ആവട്ടെ. ഡോക്ടർ ജഡ്ക, ജോണിന്റെ കയ്യിൽ ഒരു അത്ഭുത കോയിനുണ്ട്. അവൻ അത് വെച്ച് പാമ്പും ഡ്രാഗണൊക്കെ ആയി മാറിയിട്ട് ഞങ്ങളെ അറ്റാക്ക് ചെയ്യാ. ഓ എന്റെ ചങ്ക്, നീ ആ ജോണിനെ ആകാശത്തിലേക്ക് കൊണ്ടുപോവാ. ഞാൻ ഒരു വഴി കണ്ടുപിടിച്ചിട്ടുണ്ട്. നമുക്ക് ജോണിന്റെ ശരീരത്തിലേക്ക് കറണ്ട് കയറ്റാം. അപ്പോൾ ജോൺ പഴയ രൂപത്തിലായിക്കോളും. ജോൺ, നീ വളരെയധികം ഉയരത്തിൽ പറക്കരുത്. താഴോട്ട് പോ, എനിക്ക് ഈ മേഘങ്ങൾക്കിടയിലൂടെ പോകുന്ന പേടിയാ. ഞാൻ മേഘത്തിന്റെ ഇടയിൽ കൂടി അർമാദിക്കുന്നത് നീ കണ്ടോടാ.
ചതിച്ചിരിക്കുന്നു. ഞാനൊരു കൊതുകാകട്ടെ, 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 ഞാനൊരു കൊതുകാകട്ടെ. എന്താ ഇത്? ഇവനെന്തിനാ എന്നെ ഇങ്ങനെ പിടിച്ചിരിക്കുന്നേ? ആരെങ്കിലും എന്നെ രക്ഷിക്കേ. ആദ്യം ആ മാജിക്കൽ കോയിൻ ഇങ്ങോട്ടോ, എന്നാ വിട്ടേക്കാം. ആദ്യം ഇതിങ്ങോട്ട് കള്ള ജോണേ. ഇത് വീണ്ടും നിന്നെ പോലെയുള്ളവന്റെ കയ്യിൽ കിട്ടിയാലേ അവരത് തെറ്റിന് വേണ്ടി മാത്രമേ ഉപയോഗിക്കൂ. ഇനി വരൂ, ചിങ്കം സാറിന്റെ ജയിൽ നിനക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. നിങ്ങൾ ഈ നാട്ടിലുള്ളിടത്തോളം കാലം എനിക്കൊരു സമാധാനം ഉണ്ടാകത്തില്ല. Watch India's largest kids library only on Geo Hotstar. Download the app now.